നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിലെ ഈ വർഷത്തെ ഉത്സവം പാതി വഴി പിന്നിടുകയാണ്. എന്തുകൊണ്ടാണ് ദക്ഷിണകാശി എന്ന് കൊട്ടിയൂരിന് വിളിപ്പേര് വരാൻ കാരണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാശി എന്നത് 30 ദേവഗണങ്ങളുടെയും സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ 30 ദേവഗണങ്ങളും സാന്നിധ്യമറിയിച്ചിട്ടുള്ള പുണ്യഭൂമിയാണ് കൊട്ടിയൂർ. അതുകൊണ്ടാണ് ഇവിടെ എത്തുന്നത് തന്നെ മഹാപുണ്യമെന്ന് പറയുന്നത്. ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്ന് നമുക്കറിയാം. ഒരു യാഗം നടത്തുമ്പോൾ ഏറ്റവും ഉത്തമമായ സ്ഥലം കണ്ടെത്തിയാണ് യാഗം നടത്താറ്. അങ്ങനെ പറയുമ്പോൾ ഏറ്റവും ഉത്തമമായ ഒരു സ്ഥലമാണ് കൊട്ടിയൂർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദക്ഷ പ്രജാപതി തൻ്റെ മകളുടെ ഭർത്താവായ ഭഗവാൻ ശിവനെ അപമാനിക്കാൻ വേണ്ടി മാത്രമാണ് ഈ യാഗം നടത്തിയത്. ഭൂമിയിലെ സകല ചരാചരങ്ങളെയും ക്ഷണിച്ച് നടത്തിയ യാഗത്തിൽ ഭഗവാൻ ശിവനെ മാത്രമാണ് ക്ഷണിക്കാതിരുന്നത്. യാഗത്തിന് ക്ഷണിച്ചില്ലെങ്കിലും സതീദേവി യാഗസ്ഥലത്തേക്ക് പുറപ്പെട്ടത് തൻ്റെ പിതാവ് നടത്തുന്ന യാഗമല്ലേ, ഒരു പുണ്യകർമ്മമല്ലേ നടക്കുന്നത് എന്നോർത്താണ്. ക്ഷണിക്കാത്ത ഒരിടത്തേക്ക് പോയാൽ അവിടെ അപമാനം നേരിടേണ്ടി വരുമെന്ന് ഭഗവാൻ ശിവൻ സതീദേവിയോട് പറഞ്ഞിരുന്നു. എങ്കിലും തൻ്റെ പിതാവ് നടത്തുന്ന കർമ്മത്തിൽ പങ്കെടുക്കാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് സതീദേവി യാഗസ്ഥലത്തേക്കെത്തിയത്. യാഗസ്ഥലത്തെത്തിയ സതീദേവിക്ക് വലിയ അപമാനമാണ് നേരിട്ടത്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദക്ഷൻ തൻ്റെ പ്രാണപ്രിയനായ ഭർത്താവ് ഭഗവാൻ ശിവനെ അവഹേളിച്ചു. ആ അവഹേളനം സഹിക്കവയ്യാതെ സതീദേവി യാഗാഗ്നിയിൽ ചാടി സ്വയം ജീവനൊടുക്കി. സതീദേവി ജീവത്യാഗം ചെയ്ത സ്ഥലമാണ് അമ്മാറക്കൽ തറ. അവിടെ ഇപ്പോൾ ആദിപരാശക്തിയെ ആരാധിച്ചു വരുന്നു. സതീദേവി ജീവത്യാഗം ചെയ്തതറിഞ്ഞ് പരമശിവൻ കോപാകുലനായി ജടപറിച്ച് നിലത്തടിച്ചു. അതിൽ നിന്നും വീരഭദ്രനും ഭദ്രകാളിയും ജനിച്ചു. ഒരു കൊടുങ്കാറ്റ് പോലെ യാഗശാലയിലേക്ക് ഇരച്ചു കയറിയ വീരഭദ്രൻ ദക്ഷൻ്റെ ശിരസ്സറുത്തു. സതിയുടെ കത്തിക്കരിഞ്ഞ ശവശരീരവുമായി ശിവൻ സംഹാര താണ്ഡവമാടി. ദേവന്മാരും ഋഷിമാരും ബ്രഹ്മവിഷ്ണുമാരും ശിവനെ സമീപിച്ച് ശാന്തനാക്കാൻ ശ്രമിച്ചു. യാഗം പൂർത്തിയാക്കിയില്ലെങ്കിൽ അത് പ്രപഞ്ചത്തിന് വലിയ ആപത്താകുമെന്നും അതുകൊണ്ട് ഏതുവിധേനയും യാഗം പൂർത്തീകരിക്കണമെന്നും ഭഗവാൻ ശിവനോട് ദേവന്മാർ അപേക്ഷിച്ചു. ദക്ഷൻ്റെ തല ചിതറിപ്പോയതിനാൽ ആടിൻ്റെ തല ചേർത്ത് ശിവൻ ദക്ഷനെ പുനർജീവിപ്പിച്ചു. യാഗവും പൂർത്തിയാക്കി. പിന്നീട് ആ പ്രദേശം വനമായി മാറി. ഇന്ന് കാണുന്ന ഉത്സവം ചിട്ടപ്പെടുത്തിയത് ശങ്കരാചാര്യർ ആണെന്നാണ് വിശ്വാസം. പ്രകൃതിയോട് വളരെയധികം ചേർന്നു നിൽക്കുന്നതും വളരെയധികം പ്രത്യേകതയുള്ളതുമായ ഉത്സവമാണ് കൊട്ടിയൂരിലേത്. ഭഗവാൻ ശിവൻ സ്വയംഭൂവായി കുടികൊള്ളുന്നത് മണിത്തറയിലാണ്. ബാവലിയിലെ കല്ലുകളും മണ്ണും കൊണ്ടാണ് മണിത്തറ ഉണ്ടാക്കുന്നത്. ഐശ്വര്യദായിനിയും ആദിപരാശക്തിയുമായ ഭഗവതിയുടെ സാന്നിധ്യമാണ് അമ്മാറക്കൽ തറ. ബാവലിയിൽ നിന്ന് കിഴക്ക് ഭാഗത്തുകൂടെ ഒഴുകി വരുന്ന വെള്ളം ക്ഷേത്രമുറ്റമായ തിരുവഞ്ചിറയെ വലം വെച്ച് പടിഞ്ഞാറോട്ടൊഴുകി ബാവലിയിൽ തന്നെ ചേരുന്നു. ഉത്സവകാലത്ത് 34 താൽക്കാലിക ഷെഡുകൾ കെട്ടും. ഒരുപാട് ജാതിക്കാർക്ക് ആചാരപരമായി ചടങ്ങുകളുള്ള ഒരു ഉത്സവമാണിത്. വനവാസികൾ തൊട്ട് നമ്പൂതിരിമാർ വരെയുള്ള അവകാശികൾ ഇവിടെ അണിചേരും. ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്നത് വെള്ളത്തിലൂടെ നടന്നാണ്. ബ്രാഹ്മണ സ്ത്രീകൾക്കും രാജകുമാരന്മാർക്കും കൊട്ടിയൂരിൽ പ്രവേശനമില്ല. മറ്റൊരു പ്രത്യേകത കൊട്ടിയൂരിലെ തിടപ്പള്ളിയിലെ അടുപ്പിൽ ചാരമുണ്ടാകില്ല എന്നതാണ്. രാപ്പകൽ ഒരുപോലെ വിറകരിയുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിലെ തിരുവടുപ്പുകളിൽ നിന്നും ചാരം നിത്യവും ശിവഭൂതഗണങ്ങൾ നീക്കം ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വാസം. തിരുവഞ്ചിറയിലെ ശയനപ്രദക്ഷിണവും പ്രത്യേകതയുള്ളതാണ്. മുട്ടപ്പം വെള്ളത്തിലൂടെ കണ്ണുകെട്ടിയാണ് ശയനപ്രദക്ഷിണം നടത്തുന്നത്. ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള 28 നാളുകളിലായി നടക്കുന്ന കൊട്ടിയൂർ ഉത്സവം തൃക്കലശാട്ടോടുകൂടിയാണ് സമാപിക്കുന്നത്. 28 ദിവസം നീളുന്ന വൈശാഖ ഉത്സവം തീരുമ്പോൾ പൂജകൾ മുഴുവനാകരുതെന്നാണ് ദൈവീക വിധി. ഉത്സവം തുടങ്ങുന്നത് കഴിഞ്ഞ കൊല്ലം മുഴുവനാകാതിരുന്ന പൂജകൾ പൂർത്തിയാക്കിക്കൊണ്ടാണ്. ഭണ്ഡാരം എഴുന്നള്ളത്തിന് ശേഷവും മകം കലംവരവിന് മുൻപും മാത്രമാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശനമുള്ളൂ. മകന്നാൾ ഉച്ചശീവേലിയോടുകൂടി സ്ത്രീജനങ്ങൾ വളരെയധികം വിഷമത്തോടെ അക്കരെ കൊട്ടിയൂരിനോട് വിട പറയും. പിന്നീട് ഒരു വർഷത്തെ കാത്തിരിപ്പ്.
മകന്നാളിന് ശേഷവും അക്കരെ കൊട്ടിയൂരിൽ തുടരാൻ അനുവാദമുള്ള ഒരേയൊരു സ്ത്രീരത്നം കൂത്തിൻ്റെ ഭാഗമായുള്ള നങ്ങ്യാരമ്മയാണ്. സ്ത്രീകൾ അക്കരെ കൊട്ടിയൂരിൽ നിന്നും പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെയുള്ള ഊഴം ഗജവീരന്മാരുടേതാണ്. ഉത്സവത്തിന് ഇത്രയും ദിവസം ശ്രീ മഹാദേവൻ്റെയും ശ്രീ പാർവതിയുടെയും ബിംബമേറ്റിയ ഗജവീരന്മാരും വിഷമത്തോടെ അക്കരെ കൊട്ടിയൂരിൽ നിന്നും പിൻവാങ്ങും. ഈ വർഷം ജൂൺ 20-നാണ് മകംകലം വരവ്. അതിനുശേഷമുള്ള ദിനങ്ങൾ ഗൂഢപൂജകളുടേതാണ്. 2026-ലെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ജൂൺ 24-ന് സമാപിക്കും. പിന്നീട് ഈ പുണ്യഭൂമിയിലെത്താൻ നമ്മൾ 1 വർഷം കാത്തിരിക്കണം.